ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ നാനാ പാടേക്കറിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് എന്നുള്ളതാണ്. നാനാ, താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ താങ്കൾ പറയുന്നു 13ാമത്തെ വയസ്സിൽ ഞാൻ സ്കൂളിലേക്ക് പോയ സമയത്ത് ആ സമയത്ത് താങ്കളുടെ മനസ്സിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വന്നെന്ന്. അതായത് ആരെങ്കിലും എന്നോട് സംസാരിക്കുമെന്ന്. ഇത് 59 സംഭവിച്ച കാര്യമാണ്. ഞാനപ്പോൾ 7th ക്ലാസ് പഠിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ ചെറിയമ്മ ടീച്ചറായിരുന്നു അന്ന്. സോ എൻ്റെ അമ്മ എന്നെ തിരുത്താനായിട്ട് ഗ്രാമത്തിൽ നിന്ന് അയച്ചത് എൻ്റെ ചെറിയമ്മയുടെ അടുത്ത്. അടുത്ത വർഷം തന്നെ അവരെന്നെ തിരിച്ചയച്ചു. അവരുടെ മോനെങ്ങാനും ചീത്തയായി പോകുമെന്നോർത്ത്. പക്ഷെ കാര്യം എന്താന്ന് വെച്ചാൽ ഇന്നും എന്നെക്കൊണ്ട് ഇംഗ്ലീഷ് ശരിക്കും സംസാരിക്കാൻ പറ്റത്തില്ല. ഇന്നും എന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ല. ശരിക്കും എന്നെക്കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. കാരണം അതിന് ഒരാവശ്യം എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. JJ സ്കൂൾ ഓഫ് ആർട്സിന് പോയപ്പോൾ അവിടെ ലാംഗ്വേജിൻ്റെ ആവശ്യം വന്നില്ല. ബ്രഷുണ്ട്, പേപ്പറുണ്ട്, പെയിൻ്റുണ്ട്. അപ്പം എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഈ മുഖം കാണാൻ എൻ്റെ മറ്റുള്ള ബ്രദേഴ്സൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ എൻ്റെ മുഖം മാത്രം. അപ്പം എന്തെനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനമ്മയും അധികം സ്നേഹം അവർക്ക് കാണിച്ചിട്ട് എനിക്ക് കുറച്ചാണ് തന്നതെന്ന്. ഒരു പ്രാവശ്യം ഞാൻ ഗ്രാമത്തിലുള്ള സമയത്ത് ഞാനൊരു നാടകത്തിൽ അഭിനയിച്ചു. അന്ന് ആ നാടകം കാണാനായിട്ട് എൻ്റെ അച്ഛൻ ഗ്രാമത്തിൽ നിന്ന് മുംബൈയിലോട്ട് വന്നിരുന്നു. അന്ന് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അച്ഛൻ്റെ ശ്രദ്ധ മാറ്റാനായിട്ട് ഇതെനിക്ക് ഒരു നല്ല ചാൻസ് ആയിരുന്നു എന്ന്. അങ്ങനെയാണ് ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയത്. പക്ഷെ അന്ന് ഞാൻ എന്നെ അങ്ങോട്ട് ഒരുപാട് കുറച്ചായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നെക്കൊണ്ട് അത്ര പറ്റില്ലെന്ന്. എനിക്കെന്തോ ഒരു കുറവുള്ള പോലത്തെ ഒരു ഫീലായിരുന്നു. പക്ഷേ തിയേറ്റർ ആരംഭിച്ചതിന് ശേഷം ഞാൻ അപ്പോഴാണ് മനസ്സിലായത് ഞാൻ അവിടെയുണ്ട്, അവരിതാ ഇവിടെ തന്നെ ഇരിക്കുന്നത്. സോ ഇത് എനിക്ക് വളരെ അഭിമാനമായിരുന്നു. അവരെന്നെ കാണാൻ വന്നതെന്ന് എനിക്ക് വളരെ അഭിമാനമായിരുന്നു. പിന്നെ പതിയെ സെൽഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നെ വിട്ടുപോയി. പിന്നെ അതിനുശേഷം അത് താങ്കൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം, കുറച്ച് ഗർവം, അത് ഉറപ്പായിട്ട് എനിക്ക് കിട്ടിയെന്നേ. 13ാമത്തെ വയസ്സിൽ താങ്കൾ സിനിമയുടെ പോസ്റ്ററൊക്കെ പെയിന്റ് ചെയ്യാൻ തുടങ്ങി. അതെ, ഞാൻ പെയിന്റ് ചെയ്യും. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബിസിനസ് ഒരുപാട് അങ്ങ് ലോസ് ആയിപ്പോയി അന്ന്. പിന്നെ 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 ഞാൻ 13 വയസ്സിൽ തന്നെ പണിക്ക് പോയി സിനിമയുടെ പോസ്റ്റേഴ്സ്. അന്ന് ഞാൻ 8 കിലോമീറ്റർ നടന്നു പോയിട്ട് 8 കിലോമീറ്റർ നടന്നു വരണം. 16 കിലോമീറ്റർ മൊത്തം. 35 രൂപ ശമ്പളവും ഒരു നേരത്തെ ഭക്ഷണവുമായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അന്നത്തെ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചതുപോലെ വേറെ ഒന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ആ സമയം എനിക്ക് പഠിപ്പിച്ചു തന്നത്. എവിടെ ഇതൊക്കെ പഠിക്കാൻ പറ്റും? എന്ത് സ്കൂളാണുള്ളത്? താങ്കളുടെ മുഖം കണ്ടതിന് ശേഷവും താങ്കൾക്ക് എങ്ങനെ സിനിമയിലേക്ക് വരണമെന്ന് തോന്നി, അതും ഹീറോ ആയിട്ട്? ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. സ്മിത പട്ടേൽ കാരണമാണ് ഞാൻ സിനിമയിലോട്ട് വന്നത് തന്നെ. എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടെന്നാ ഞാൻ വേണ്ട, എനിക്ക് തിയേറ്ററാണ് കംഫർട്ട് എന്ന് പറഞ്ഞ്. പക്ഷേ സിനിമയിലുള്ള ഹീറോസിന്റെ ഇമേജ് എങ്ങനെ ഉണ്ടായിരിക്കുന്നു വെച്ചാൽ സൽമാൻ ഖാൻ, ഋത്തിക് റോഷൻ, അതുപോലെ നല്ല ശരീരമുള്ളവർ, കാണാൻ നല്ല സുന്ദരന്മാരായിട്ടുള്ള, അങ്ങനെയല്ലേ പൊതുവെ കരുതാറുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് 1-2 മിനിറ്റ് മാത്രമാണ്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം മാത്രമാണ്. സർ, എൻ്റെ ചോദ്യം, ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിൽ ജീവിക്കണം. ഗമൻ തൊട്ട് 2611 വരെ താങ്കളുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി? നിങ്ങൾ എന്തൊക്കെ ക്യാരക്ടർ ചെയ്തോ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായത്? അല്ല, ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയിൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേറ്റ പോലെയാണ് ഞാൻ മാറുന്നുള്ളതാണ്. അതാണ് സത്യം. കാരണം എനിക്ക് വരുന്ന ഓരോ ചേഞ്ചസും എൻ്റെ ചിന്തയിൽ വരുന്ന ഓരോ ചേഞ്ചസുമാണ്. കാരണം രാവിലത്തെ പേപ്പർ, ആ പേപ്പറിൽ വരുന്ന ഓരോ ന്യൂസ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേദനയും അതിൻ്റെ ഓരോ സഫക്കേഷനും, ദേഷ്യം വരും. പിന്നെ അത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത് ഈ വഴി തന്നെ പോവും, ഇതിങ്ങനെ തന്നെ പോകത്തുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നു. പക്ഷേ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാറ്റം, പരിന്ത ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും വന്നില്ല, അതൊരിക്കലും വരത്തുമില്ല. പക്ഷേ ഉറപ്പായിട്ടും പറയണേ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ക്രാന്തിവീർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. 93യുടെ കമ്മ്യൂണൽ വേവ്സ് അത് ബേസ് ചെയ്തായിരുന്നു അത്. സോ അത് പാസ് ചെയ്യുന്ന സമയത്ത് മനസ്സളവിൽ ഒരുപാട് വിഷമങ്ങളും ഉണ്ടായി വരും. പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ആ കഷ്ടപ്പാടുള്ള ഓരോ ചിന്തനയിലും ഒരുപാട് മാറ്റങ്ങളും വരും. ഇത് നടക്കുന്ന സമയത്ത് അത് തന്നെയാണ് പരിന്ത ചെയ്യുമ്പോൾ നമുക്ക് ഏർപ്പെട്ട മാറ്റവും. 2611 ഒരു മാറ്റമാണ്, ക്രാന്തിവീർ ഒരു മാറ്റമാണ്. ഇത് സത്യമാണോ? അതായത് മറ്റുള്ളവർ എഴുതുന്ന ഡയലോഗ്സ് ഒക്കെ മാറ്റി താങ്കൾ സ്വന്തമായിട്ട് ഡയലോഗുകൾ, അതായത് ഈ കൊതുകടിക്കുന്ന ഡയലോഗുകളെല്ലാം?
क्या करे साला, एक मच्छर आदमी को हिजड़ा बना देता है। सुबह घर से निकलो, भीड़ का हिस्सा बनो, शाम को घर जाओ, दारू पियो, बच्चे पैदा करो, सुबह तलक फिर एक बार मर जाओ, क्योंकि अंदर का इंसान मर चुका है, जीने के लिए घिनौने समझौते कर चुका है। क्या करे साला, एक मच्छर आदमी को हिजड़ा बना देता है। അൺഫോർച്ചുനേറ്റ്ലി ഈ രണ്ട് ലൈന് ജനങ്ങൾ നല്ലപോലെ മനസ്സിൽ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് ഇരുത്തി കളഞ്ഞു. അതിനുശേഷം ആ രണ്ട് ലൈനും വളരെ നന്നായിട്ട് തന്നെ എഴുതിയിരുന്നു. അത് സബീർ ആയിരുന്നു എഴുതിയിരുന്നത്. അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ എഴുതി. അതിൽ താങ്കൾ ആത്മാവ്, മനുഷ്യൻ ഇതെല്ലാം മരിച്ചുപോയെന്നു. अंदर का इंसान मर चुका है, जीने के लिए घिनौने समझौते कर चुका है। क्या करे साला, एक मच्छर आदमी। വളരെ നന്നായിട്ട് അദ്ദേഹം